മുസ്ലിം ലീഗിന് നിലവിളക്കിനോട് ഇപ്പോഴും ഹറാം. പൊതുചടങ്ങിൽ നിലവിളക്ക് കൊളുത്താൻ മടിച്ച മുസ്ലിം ലീഗ് എംഎൽഎമാരും എംപിയും തിരൂരങ്ങാടി എംഎൽഎ PMA സമീറും തിരൂർ എംഎൽഎ കുറുക്കോളി മൊയ്തീനും അബ്ദുൾ സമദ് സമദാനി എംപിയുമാണ് നിലവിളക്ക് കൊളുത്താതെ മാറി നിന്നത്. തിരൂരിലെയും പരപ്പനങ്ങാടിയിലെയും നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടന പരിപാടികളിലായിരുന്നു സംഭവം. ആദ്യമ ദൃശ്യങ്ങൾ കാണാം. ശിവദാസ് കന്മനമുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ശിവദാസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതമാണ് പ്രശ്നം. എപ്പോഴും മതം 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 അത് മാത്രമാണ് പ്രശ്നം. അത് ഈ നാടിൻ്റെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന സാംസ്കാരിക ബിംബങ്ങളെയാണെങ്കിലും അതുപോലും തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിൽ മുസ്ലിം ലീഗിന് ഒരു മാറ്റവുമില്ല. പക്ഷെ അവരിപ്പോഴും വലിയ മതേതരരാണ് മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളുടെ കണ്ണിൽ. ശിവദാസ്, തീർച്ചയായും അത് തന്നെയാണ്. കാരണം മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് കൃത്യമായി തന്നെ പറഞ്ഞ നേതാവായിരുന്നു മുസ്ലിം ലീഗിന്റെ KM ഷാജി. അദ്ദേഹം ഇപ്പോൾ മന്ത്രി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സാംസ്കാരികമായ എല്ലാ പരിപാടികളും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം തന്നെ പൊതുസമൂഹത്തിൽ പല പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും അതിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു മുഖം തന്നെയാണ്. കഴിഞ്ഞ മുൻപ് എത്രയോ വർഷങ്ങളായി നമ്മൾ തുടർന്നു പോരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു വിശ്വാസമില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല. കാരണം ഈ വിഷയത്തിൽ എന്താണ് അവരുടെ നിലപാട് എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുമില്ല. മതേതരത്വം എന്ന് പറയുമ്പോൾ പോലും കൃത്യമായി തന്നെ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമാണ് അവരുടെ പ്രവർത്തനം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അക്കാര്യം തന്നെ അവരുടെ പല നേതാക്കളും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം, അതായത് ജൂലൈ 17-ന് മലപ്പുറം ജില്ലയിലെ 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നവീകരണമായിരുന്നു. അതിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത് പ്രധാനമന്ത്രിയായിരുന്നു. ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് മുസ്ലിം ലീഗിന്റെ നേതാക്കളായിരുന്നു. അതായത് തിരൂരിൽ MP അബ്ദുൾ സമദ് സമദാനിയും കുറുക്കോളി മൊയ്തീനും ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. പരപ്പനങ്ങാടിയിൽ തിരൂരങ്ങാടി MLA ആയ PMA സമീർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവർ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. റെയിൽവേ അധികൃതർ ആദ്യം നിലവിളക്ക് കൊളുത്തുന്നതിന് വേണ്ടി അതിന്റെ തിരിയുമായി വ്യക്തമാണ്. ശിവദാസ്, എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നാടിന്റെ ഒരു സാംസ്കാരിക ബിംബങ്ങളെയും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നവർ ആവർത്തിച്ച് തെളിയിക്കുകയാണ്. അപ്പോഴും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഈ മതേതര പട്ടം ഇങ്ങനെ ചാർത്തിക്കൊടുത്തുകൊണ്ടിരിക്കണം കേരളം.